ഇന്ന് ഒരു ഞായറാഴ്ചയാണ്. രാവിലെ തന്നെ ദേവാലയത്തിലെത്തി. നല്ല മനോഹരമായ പള്ളി. ഇത് 2ാം പ്രാവശ്യമാണ് ഞാനിവിടെ വരുന്നത്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്നാണല്ലോ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പള്ളിയിൽ നിന്നും ഇറങ്ങി ഇന്ന് ഒരു തീർത്ഥാടന കേന്ദ്രം സന്ദർശിക്കുവാൻ ഞങ്ങൾ കുടുംബസമേതം പുറപ്പെട്ടു. ഉൾനാടൻ പ്രദേശത്തുള്ള മലമുകളിലെ ശാന്തമായ ഒരിടത്തുള്ള ചെറിയ ചാപ്പലിലേക്കാണ് യാത്ര. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് തിരുവചനങ്ങളിൽ പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്താൽ ധാരാളം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്നും വാഗ്ദാനമുണ്ട്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് വചനം പറയുകയാണ്. വീണ്ടും പറയുന്നു, പുറപ്പാട് 20:11 അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. അതെ, അനുഗ്രഹം നേടാനുള്ള ഒരു ദിവസമാണ് സാബത്ത്. പോകുന്ന വഴി അല്പം ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല ആഠ്യത്വം തോന്നിക്കുന്ന ഒരിടം. നല്ല വൃത്തിയും വെടിപ്പുമുണ്ട് ഇവിടെ. പലരും ഭക്ഷണം കഴിക്കുന്നു. നല്ല കാപ്പി, നല്ല സ്വാദുള്ള ഇംഗ്ലീഷ് ഭക്ഷണം എല്ലാം കഴിച്ചു. നല്ല സംതൃപ്തിയോടെ ഇവിടെ നിന്ന് ഇറങ്ങി. നല്ല തണുപ്പുള്ള ദിവസം. മനോഹരമാണ് ഈ ചുറ്റുപാടുകളും പരിസരങ്ങളും ഒക്കെ. ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. പോകുന്ന വഴികളൊക്കെ മനോഹരമാണ്. ഇത് ഓസ്ട്രേലിയയിലെ പെർത്ത് സിറ്റിയിൽ നിന്നും കുറേ ദൂരെയുള്ള ഒരു ഉൾപ്രദേശമാണ്. ഒരു കുഗ്രാമം എന്നും പറയാം. ചില വീടുകൾ കണ്ടാൽ നമ്മുടെ നാട്ടിലെ പോലെ തോന്നും. പോകുന്ന വഴി എൻ്റെ മനസ്സിലൂടെ ഒരു ദൈവവചനം കടന്നു വരുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 13-ാമത്തെ വചനം. അത് ഇങ്ങനെയാണ് പറയുന്നത്: സാബത്തിനെ ചവിട്ടി മെതിക്കുന്നതിൽ നിന്നും എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാനവുമായി കണക്കാക്കുക. നിന്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിന്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും വ്യർത്ഥ ഭാഷണത്തിൽ ഏർപ്പെടാതെയും അതിനെ ആദരിക്കുക. അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും. ഇവിടെ പറയുന്നു, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും. ആനന്ദവും സന്തോഷവും വേണോ? ഈ വചനങ്ങൾ അനുസരിക്കാൻ തയ്യാറായാൽ മതി. യഹൂദന്മാർ ഈ കൽപ്പനകൾ നന്നായി അനുസരിക്കുന്നതിനാൽ അവരുടെ അഭിവൃദ്ധിയും ബുദ്ധിശക്തിയും കഴിവുകളും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ്. അവർ സാബത്ത് ദിവസം ജോലി ചെയ്യുകയോ TV, മൊബൈൽ, കമ്പ്യൂട്ടർ മുതലായവ ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. കൂടുതൽ സമയവും ദൈവ ആരാധനയ്ക്കും ദൈവവചനം പഠിക്കുവാനും കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കാനും ഒക്കെ ആയിട്ട് അവർ ശ്രദ്ധിക്കുന്നു. ഇപ്പോഴാണ് അവർ സ്നേഹം പങ്കുവയ്ക്കുന്നതും ഒന്നിച്ചുകൂടി കുടുംബാംഗങ്ങൾ ആ സ്നേഹത്തിൽ വസിക്കുന്നതും ഒക്കെ കൂടുതലും തിരക്കിൽ നിന്നൊക്കെ അകന്ന് ഈ ദിവസങ്ങളിലൊക്കെയാണ്.
ദൈവം തന്ന കൽപ്പന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇതാണ്. നിർഭാഗ്യവശാൽ പല ക്രിസ്ത്യാനികളും ഇത് വേണ്ട വിധം മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അഭിവൃദ്ധിപ്പെടേണ്ട പലരുടെയും ജീവിതം താഴേക്ക് പോകുന്നു. അനുസരിക്കുന്നവർ ഐശ്വര്യത്തോടെ ജീവിക്കുന്നതും കാണാം. ഒന്നിനും നേരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നെട്ടോട്ടമോടുന്നത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടേ നമ്മുടെ ജീവിതം വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. കർത്താവ് പറയുന്നത്, എൻ്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ ഇഷ്ടം അനുവർത്തിക്കുന്നതിൽ നിന്നും നീ പിന്തിരിയുക. എൻ്റെ വിശുദ്ധ ദിവസത്തിൽ എന്നാണ് കർത്താവ് പറയുന്നത്. അത് നമ്മുടേതല്ല. നാം പലപ്പോഴും എല്ലാ ജോലിയും ദൈവം വിശ്രമിക്കാൻ പറഞ്ഞ ഈ ദിവസത്തിലാണ് ചെയ്യാറുള്ളത്. ചിലർ പറഞ്ഞു കേൾക്കാറുണ്ട്, ആകെ ഒരു ഞായറാഴ്ചയല്ലേ ഉള്ളൂ, അന്ന് ഒന്നിനും നേരമില്ല. കർത്താവ് പറയുന്നു, ഇതനുസരിച്ചാൽ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും എന്ന്. യഹൂദന്മാർ മാത്രമല്ല, ധാരാളം ക്രിസ്ത്യാനികളും ഇത് മനസ്സിലാക്കി കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കുന്നതിനാൽ അനുഗ്രഹിക്കപ്പെട്ടത് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കർത്താവിൻ്റെ ദിവസം നമ്മുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനുള്ള ദിവസമല്ല. നിന്റെ ഇഷ്ടങ്ങളിൽ നിന്ന് നീ പിന്തിരിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. ഇതാ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തി. മലമ്പ്രദേശത്തുള്ള വളരെ ശാന്തസുന്ദരമായ ഒരിടം, കൊച്ചു ചാപ്പൽ, പ്രാർത്ഥിക്കാൻ പറ്റിയ അന്തരീക്ഷം. ഈശോയും വിശുദ്ധരുമൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഏകാന്ത സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തിരുന്നതായിട്ട് നമുക്കറിയാം. 1991 നിർമ്മിച്ച അർമാഡയിൽ സ്റ്റോയൻസ്റ്റാഫ് ഷ്രൈൻ ധാരാളം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി പറയപ്പെടുന്നു. ഞങ്ങളും കുറേ സമയം ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് സമയം ചെലവഴിച്ചു, മടങ്ങിപ്പോന്നു. നമ്മളീ കാണുന്നത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഇവിടെയുള്ള ഒരു സെൻ്ററാണ്. ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.